ഡോക്ടർ ഷിബു വളരെ ഭംഗിയായി നമ്മുടെ പ്രഘോഷണ ദൗത്യം, നമ്മുടെ മിഷനറി ദൗത്യം, അതേക്കുറിച്ച് ഭംഗിയായിട്ട് ഷിബു സംസാരിച്ചു. നമ്മൾ കുടുംബത്തെ ഫോക്കസ് ചെയ്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള കുടുംബത്തിന്റെ ദൗത്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. വളരെ വ്യക്തമായും ഈശോയെ ഭൂമിക്ക് നൽകാൻ ദൈവം ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്തു. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തത് ഒരു വെറും സ്ത്രീയെയല്ല, ജോസഫിനു വിവാഹ നിശ്ചയം ചെയ്തിരുന്ന സ്ത്രീയെയാണ്. യഹൂദരുടെ കാഴ്ചപ്പാടിൽ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് നമ്മുടെ എൻഗേജ്മെന്റ് എന്ന ഏർപ്പാടല്ല. നമ്മുടെ എൻഗേജ്മെന്റ് ഒത്തിരി ബൈൻഡിങ് അല്ല. അത് ലീഗലായിട്ടുള്ള സംഗതികളൊന്നും അതിനകത്തില്ലല്ലോ. കല്യാണത്തിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും തീരുമാനിച്ച് മാറാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ യഹൂദരുടെ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് വിവാഹത്തിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ആ എൻഗേജ്മെന്റ് നടത്തി കഴിഞ്ഞാൽ, വിവാഹ നിശ്ചയം നടത്തി കഴിഞ്ഞാൽ പിന്നെ അവര് ദമ്പതികൾ എന്ന് പൊതുവെ അറിയപ്പെടും. എന്ന് മാത്രമല്ല, അതിലൊരാള് അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും മരിച്ചു പോയാൽ മറ്റേയാള് വിധവയായി അല്ലെങ്കിൽ വിധുരനായി നിൽക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ആ പശ്ചാത്തലമുണ്ട്. അപ്പൊ നോക്കൂ, ദൈവം കർത്താവായ ഈശോയെ ഭൂമിയിലേക്ക് നൽകാൻ ദൈവം തിരഞ്ഞെടുത്തത് ഒരു കുടുംബത്തെയാണ്. ശരിയാണ്, ജോസഫിന് ഒരു നേരിട്ടുള്ള പിതാവ്, ബയോളജിക്കൽ ഫാദർ എന്നുള്ള ഒരു സ്ഥാനമില്ല എന്ന് നമുക്കറിയാം. വളർത്തുപിതാവ് എന്ന സ്ഥാനമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയെങ്കിൽ പോലും അവിടെ ഒരു കുടുംബത്തിൽ ആണ് ലോകത്തിന് ഈശോ നൽകപ്പെട്ടത്. ഈശോയെ നൽകുക, ഇതാണ് സുവിശേഷ പ്രഘോഷണം. ഈശോയെ പ്രഘോഷിക്കുക, ഈശോയെ സമ്മാനിക്കുക. ഈശോ എല്ലാവരുടേതുമാണ്. ഈശോ എൻ്റെ സ്വന്തം മാത്രമല്ല, ഈശോ എൻ്റെ കുടുംബത്തിന്റെ സ്വന്തം മാത്രമല്ല, ഈശോ എല്ലാവരുടേതുമാണ്. എല്ലാവരുടേതുമായ ഈശോയെ എല്ലാവർക്കും കൊടുക്കുന്ന ഏർപ്പാടിന്റെ പേരാണ് മിഷൻ. എല്ലാവരുടേതുമായ ഈശോയെ എല്ലാവരോടും പ്രഘോഷിക്കുന്നതിന്റെ പേരാണ് സുവിശേഷ പ്രഘോഷം. ഒരു കുടുംബം, നമ്മുടെ ആലിസുട്ടി ചേച്ചി വളരെ രസകരമായിട്ട് ഒരു കാര്യം പണ്ട് പറഞ്ഞത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. നിങ്ങളോട് ഞാൻ ചിലരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതായത്, വാട്ട് ഈസ് മാരേജ്? എന്താണ് വിവാഹം? വിവാഹം എന്നാൽ മിഷനുള്ള ടീം ഫോർമേഷൻ ആണ് എന്നാണ്. മിഷന് വേണ്ടിയുള്ള ടീം ഫോർമേഷൻ. ഇതുവരെ ഒറ്റക്കൊറ്റക്കുള്ള സുവിശേഷ പ്രഘോഷണമാണെങ്കിൽ വിവാഹത്തിലൂടെ സംഭവിക്കുന്നത് ഒന്നിച്ചുള്ള, രണ്ടുപേര് ചേർന്നുള്ള ടീം പ്രൊക്ലമേഷൻ. ശരിയാണ്, ഈശോ അയച്ചതൊക്കെ രണ്ടുപേരായിട്ടാണല്ലോ, അല്ലേ? അങ്ങനെയല്ലേ? അവർ ഈ രണ്ടുപേരായി അയച്ചു എന്നല്ലേ 70 ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ 72 ആ ശിഷ്യന്മാരുടെ കാര്യത്തിൽ പറയുന്നത് ഈ രണ്ടുപേരായി അയച്ചു എന്നാണ്. അപ്പോ മിഷനുള്ള ടീം ഫോർമേഷൻ. ഇനി മിഷനുള്ള ടീം ഫോർമേഷൻ ആണ് വിവാഹമെങ്കിൽ അത് മറ്റുള്ളവരോടുള്ള പ്രഘോഷണം എന്നാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നതെങ്കിൽ അവിടെ നമുക്ക് അല്പം ഒന്ന് നിൽക്കണം. അല്ല, മിഷനുള്ള ടീം ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം ജീവിത പങ്കാളിയോട് ഉള്ള പ്രഘോഷണം. അതാണ് ദ സൂപ്പർ മിഷൻ. ജീവിത പങ്കാളിയോട് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ് പലപ്പോഴും പറയാറുണ്ട്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സുവിശേഷ പ്രഘോഷണം സ്വന്തം വീട്ടുകാരോട് പറയുക എന്നുള്ളതാണ്. കാരണം എന്താ? നന്നായിട്ട് നമ്മളറിയാം, അതാണ് വിഷയം. നന്നായിട്ട്
എന്നെ അറിയാവുന്ന എൻ്റെ ഭർത്താവിനോട് ഞാൻ ഈശോയെ പ്രഘോഷിക്കുക എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രഘോഷണം. നന്നായിട്ട് എന്നെ അറിയാവുന്ന ഭാര്യയോട് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഏർപ്പാട്. അപ്പോ കുടുംബത്തിലെ സുവിശേഷ പ്രഘോഷണം, പ്രിയപ്പെട്ടവരെ, ജീവിത പങ്കാളികൾ വാക്കുകളിലൂടെ, സ്നേഹത്തിലൂടെ, ക്ഷമയിലൂടെ, പ്രാർത്ഥനയിലൂടെ, ജീവിത നിലപാടുകളിലൂടെ ജീവിത പങ്കാളിക്ക് എപ്പോഴും എപ്പോഴും ഓരോ നിമിഷവും ജീവിത പങ്കാളിയോട് ഏതെങ്കിലും ഒരു പ്രഘോഷണം നടത്തുന്നുണ്ട്. മറക്കരുത്, ഏതെങ്കിലും ഒരു പ്രഘോഷണം നടത്തുന്നുണ്ട്. ആ പ്രഘോഷണം സുവിശേഷ പ്രഘോഷണമാണോ എന്നാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ടത്. ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് മുന്നിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുവിശേഷ പ്രഘോഷണമാണോ? ഉറപ്പായും ഞാൻ പറഞ്ഞു, ഏതെങ്കിലും പ്രഘോഷണം നടത്തുന്നുണ്ടെന്ന്. ശരി തന്നെയാണ്, വളരെ ശരിയാണ്. എൻ്റെ നിലപാടുകളിലൂടെ, എൻ്റെ തീരുമാനത്തിലൂടെ, എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ നോക്കിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ ഒക്കെ ഞാൻ കൃത്യമായൊരു സന്ദേശം കൈമാറുന്നുണ്ട്. പക്ഷെ അതെന്തു സന്ദേശമാണ്? Is it a negative message or a positive message? Is it Jesus Christ or is it Satan or Antichrist? ഇവിടെ ഞാൻ ഈ ചോദ്യം ഒന്നാമതായി ഉന്നയിച്ചിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഒന്ന്, ജീവിത പങ്കാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുവിശേഷ പ്രഘോഷണം. അവിടെയാണ് പൗലോസിന്റെ വചനവും കൂടിയുള്ളത്. പൗലോസ് എഴുതിയ വചനം എന്താ അദ്ദേഹം പറഞ്ഞത്? സ്വന്തം ജീവിതം കൊണ്ട് പങ്കാളിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഒരാൾക്ക് കഴിയും എന്ന് പറഞ്ഞില്ലേ? സ്വന്തം ജീവിതം കൊണ്ട് ഒരാളെ ജീവിത പങ്കാളിയെ കൊണ്ടുവരാൻ കഴിയും. അവിശ്വാസിയായ ജീവിത പങ്കാളിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ജീവിതം കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞു. അത് ആ സുവിശേഷ പ്രഘോഷണമാണ്. ഇനി ഈ ജീവിത പങ്കാളികൾ രണ്ടുപേരും ചേർന്ന് നടത്തുന്ന സുവിശേഷ പ്രഘോഷണം അതെന്താണാവോ? രണ്ടുപേരും ചേർന്ന് നടത്തുന്ന സുവിശേഷ പ്രഘോഷണമാണ്. ഒന്ന്, അവരുടെ പരസ്പര സ്നേഹവും ബഹുമാനവും. അത് ലോകത്തിന് വലിയൊരു സുവിശേഷ പ്രഘോഷണമാണ്. പരസ്പര സ്നേഹവും ബഹുമാനവും ആദരവും ക്ഷമയും അത് വലിയൊരു സുവിശേഷ പ്രഘോഷണമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ നങ്കൂരമിട്ടൊരു വിവാഹ ജീവിതമാണത് എന്നുള്ളത് ജനമറിയുന്നത് അങ്ങനെയാണ്. ഇനി രണ്ട്, അവരുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ രണ്ടാമത്തെ ഒരു പ്രതിഫലനമാണ് മക്കൾ. മക്കൾ ജനിക്കുന്നത് ഇവര് വലിയ സ്നേഹത്തിലും വലിയ പരസ്പര ബന്ധത്തിലും വലിയ ആഴമാർന്ന ഒന്നിച്ചുള്ള തീരുമാനത്തിലും ഒക്കെ അവരിതാ മുന്നേറുന്നു എന്നുള്ളതിന്റെ തെളിവാണ് മക്കളുടെ ജനനം. അത് സുവിശേഷ പ്രഘോഷണമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ഇന്ന് പ്രഘോഷിക്കുന്നവരെ നോക്കണം. നമ്മുടെ ചെറുപ്പക്കാര് മക്കൾ വേണ്ട എന്നൊക്കെ ചിന്തിക്കുകയും ഇപ്പൊ വേണ്ടെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നൊരു സമയം സത്യത്തിൽ സുവിശേഷത്തിന് ക്ഷീണം തട്ടുകയാണ്. ഇനി മക്കൾ ഉണ്ടായി എന്ന് മാത്രമല്ല, മക്കൾ ജനിച്ചു എന്ന് മാത്രമല്ല, മക്കളോട് സുവിശേഷം പ്രസംഗിക്കുന്നുവോ? ഇതാണ് ചോദ്യം. അടുത്തത് മക്കളോടുള്ള സുവിശേഷ പ്രഘോഷണം, ഭാര്യ ഭർത്താക്കന്മാരുടെ സുവിശേഷ പ്രഘോഷണം. അടുത്ത തലം മക്കളോടുള്ള സുവിശേഷ പ്രഘോഷണമാണ്. നമ്മൾ പാരന്റിങ് എന്ന് പറയുന്നതിനെ ഇന്നത്തെ ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റി വിളിച്ചോളൂ, ഗോസ്പൽ പ്രൊക്ലമേഷൻ. പാരന്റിങ്ങിന് മറ്റൊരു പദം നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഗോസ്പൽ പ്രൊക്ലമേഷൻ. ഈശോയെ മക്കൾക്ക് നൽകിയാൽ അതിനേക്കാൾ വലിയ പാരന്റിങ് ഇല്ല. അങ്ങനെ
മക്കൾക്ക് അപ്പനും അമ്മയും മക്കൾക്ക് ഈശോയെ നൽകണമെങ്കിൽ അവരുടെ ജീവിതം, പാരൻസിന്റെ ജീവിതം അതുപോലെ ആയിരുന്നാലേ സാധിക്കും. അല്ലെങ്കിൽ പാരൻസ് നൽകുന്ന ഈശോ അവർക്ക് ഈശോയായി തോന്നുകയില്ല. വഴക്കിലും വക്കാണത്തിലും പരസ്പരം ഏറ്റുമുട്ടലുമുള്ള മാതാപിതാക്കള് ഒരിക്കലും മക്കൾക്ക് ഈശോയെ നൽകുന്നില്ല. അപ്പോഴ് സുവിശേഷ പ്രഘോഷണം മക്കളോട്, അതിന്റെ പേരാണ് പാരന്റിങ്. ഇനി പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രഘോഷണത്തിന്റെ അടുത്തൊരു തലമുണ്ട്. എന്താണത്? കുടുംബം ഒന്നിച്ച് സുവിശേഷ പ്രഘോഷകരാകുക. അതിനുള്ള ട്രെയിനിങ് കുടുംബത്തിലാണ് ലഭിക്കേണ്ടത്. കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും സുവിശേഷ പ്രഘോഷകരായി വളരണം. സുവിശേഷ പ്രഘോഷകരായി എങ്ങനെയാണ് ഒരു കുടുംബത്തിന് വളരാൻ കഴിയുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കുടുംബത്തില് ഭക്ഷണത്തിന് എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന നേരത്ത് അപ്പൻ പറയുകയാണ്, ദേ ഇന്ന് ഞാനേ ഒരാളെ കണ്ടു കേട്ടോ, ഭയങ്കര കഷ്ടമാണ് അവരുടെ ജീവിതം. ഞാൻ അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് അവിടെ ഒന്ന് ചെന്നു, കുറച്ചു നേരം നിന്നു, അവരോട് സംസാരിച്ചു. എന്തൊരു കഷ്ടതയിലൂടെ അവർ കടന്നു പോകുന്നതെന്നറിയാവോ? പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, പേടിക്കണ്ട, നിരാശപ്പെടണ്ട, കർത്താവിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാം. പിന്നെ ദേ എൻ്റെ ചെറിയൊരു സപ്പോർട്ടാ, ഇത് സ്വീകരിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത് കേട്ടോ. ഇന്ന് വൈകുന്നേരം അവരെന്നെ വിളിച്ചു, ചേട്ടാ ഇന്ന് രാവിലെ നമ്മൾ കണ്ടു, ഇന്ന് രാവിലെ അങ്ങ് എന്നോട് വലിയ സ്നേഹത്തോട് പെരുമാറി, ചെറിയൊരു സഹായം കൂടി ചെയ്തു തന്നു. ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന, വളരെ ആശങ്കയോടെ കാത്തിരുന്ന ആ ഒരു സംഗതി ഇന്ന് നടന്നു കിട്ടി കേട്ടോ. ഒരു ബന്ധവുമില്ലാത്ത, ഒരു പരിചയവുമില്ലാത്ത ആ ഒരു കൂട്ടരെ കർത്താവിലേക്ക്, കർത്താവിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാൻ ഇന്ന് എനിക്ക് കഴിഞ്ഞു എന്ന് കുടുംബത്തിൽ അപ്പൻ പറയുന്ന, ഭക്ഷണത്തിനിരിക്കുമ്പോൾ പറയുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മ തൻ്റെ അന്നത്തെ ആ ദിവസത്തിലെ സുവിശേഷ പ്രഘോഷണത്തെ കുറിച്ച് ഭക്ഷണ നേരത്ത് പറഞ്ഞതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. മക്കള് ക്ലാസ്സിൽ പോയി വന്നിട്ട്, ഞാൻ എൻ്റെ ഈ കൂട്ടുകാരനോട് ഇന്ന് ഇങ്ങനെ ഈശോയെ കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്ന ഒരു രംഗം ആലോചിച്ച് നോക്കിയേ. പ്രിയപ്പെട്ടവരെ, മിഷനറി ഫോർമേഷൻ നടക്കേണ്ടത് അടിസ്ഥാനപരമായി കുടുംബങ്ങളിലാണ്. കുടുംബം മിഷനറി കുടുംബമാണ്. മിഷനറി കുടുംബം അല്ല എങ്കിൽ ക്രിസ്ത്യൻ കുടുംബം എന്നതിനെ വിളിക്കാൻ ആവില്ല. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും മാമോദീസയിലൂടെ നമ്മൾ ഓരോരുത്തരും മിഷനറിമാരാണ്. ആ മിഷനറിമാരാണെന്നുള്ള അവബോധം കുടുംബത്തിലാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് കുടുംബം സുവിശേഷ പ്രഘോഷണത്തിനുള്ള വേദി എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം, ആ ഒരു പരിശീലനം കുടുംബത്തിൽ കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സുവിശേഷ പ്രഘോഷണത്തിനായി മക്കളെ ഒരുക്കുക. സുവിശേഷ പ്രഘോഷണത്തിന്റെ രീതികൾ, പ്രിയപ്പെട്ട ഒരു പാരന്റിങ്ങിന്റെ രീതിയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചിരിക്കാൻ പഠിപ്പിക്കുക, മറ്റുള്ളവരോട് തുറവിയോടെ പ്രവർത്തിക്കാൻ, സന്തോഷത്തോടെ ആയിരിക്കാൻ പരിശീലിപ്പിക്കുക, ആരും അന്യരല്ല എന്ന് പഠിപ്പിക്കുക. ഇതൊക്കെ സുവിശേഷ പ്രഘോഷണത്തിന്റെ പഠിപ്പിക്കലുകൾ തന്നെയാണ്. സുവിശേഷ പ്രഘോഷണത്തിന്റെ നമ്പർ 1 രീതിയാണ് ചിരി. നല്ലൊരു ചിരി ഉണ്ടാവുക. അത് ഏത് വണ്ടിയിൽ കയറിയാലും, ഏത് ബസ്സിൽ കയറിയാലും, ഏത് തിരക്കിനിടയിലാണ്, ഏത് മാർക്കറ്റിലായാലും ചിരിക്കാൻ കഴിയുക സുവിശേഷ പ്രഘോഷണത്തിന്റെ നല്ലൊരു രീതിയാണ്. ഇനി കുടുംബം ഒന്നിച്ച് സുവിശേഷ പ്രഘോഷണം. ഞാന് ഈ ഷിജുവിന്റെയും ഷിബുവിന്റെയൊക്കെയും കുടുംബം വലിയ കുടുംബമാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഷിജുവിന്റെ കുടുംബം നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്ത് അവരെല്ലാവരും കൂടി രാവിലെ കുർബാനക്ക് പോകും. അപ്പോ ഒരു 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 സംഘമാണല്ലോ പോകുന്നത്. ഒരു സംഘമാണ്, അപ്പനും അമ്മയും 5 or 6 മക്കളും ഒന്നിച്ചുള്ള ഒരു പോക്കാണ്. ആ ഒരു പോക്ക് തന്നെ എല്ലാ ദിവസവും രാവിലെ ഈ കുടുംബം കുർബാനയ്ക്കായിട്ട് ഒന്നിച്ച് പോകുന്നു എന്ന ഒരൊറ്റ വസ്തുത തന്നെ
അത് ഒരു സാക്ഷ്യമാണ്, വലിയൊരു പ്രഘോഷണമാണ്. ആ നാട്ടുകാർ മുഴുവൻ ചോദിക്കും, ഇന്നലെ കണ്ടില്ലല്ലോ, ഇന്നലെ നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പോ വലിയൊരു സാക്ഷ്യമാണ് അതിലൂടെ നടക്കുന്നത്. പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഒരു കുടുംബത്തോട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ അവരുടെ മകളും ഭർത്താവും മക്കളും ബാംഗ്ലൂരിലാണ്. വളരെ ടൈറ്റ് ആയിട്ടുള്ള ജീവിതമാണ്, വളരെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ജീവിതം. പക്ഷേ ഈ മകള് വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടിഫിനിലാക്കി, കുഞ്ഞുങ്ങൾക്കുള്ള ലഞ്ച് ടിഫിനിലാക്കി, രാവിലെ തന്നെ പിള്ളേരൊക്കെ ഒരുക്കി 6 മണിക്കത്തെ കുർബാനയ്ക്ക് ഇവരെല്ലാവരും കൂടി കാറിൽ പോയി കുർബാന അർപ്പിച്ച്, അതിനുശേഷം കാറിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മക്കളെ കൊണ്ടുപോയി സ്കൂളിലാക്കി, ലഞ്ചിനുള്ള ബോക്സും അവരുടെ കയ്യിൽ കൊടുത്ത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ജീവിത സാക്ഷ്യമാണ്. ഡെയിലി 4 മക്കളുണ്ടെന്ന് ഓർക്കണം, 4 മക്കളുണ്ട്. ഈ 4 മക്കളെയും കൊണ്ട്, അതും ചെറിയ പിള്ളേരൊക്കെ അല്ലേ, ഒരു മൂത്ത മോള് 10ാം ക്ലാസ്സിലേക്ക്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതല്ലാതെ പിന്നെ എന്താ സുവിശേഷ പ്രഘോഷണം? ഇനി മിഷൻ ഫാമിലീസ് ഉണ്ട്. മിഷൻ ഫാമിലീസ് എന്താ? മിഷൻ ഫാമിലീസ് വളരെ വ്യക്തമായി ഈ കാണുന്ന ഷിബുവിന്റെയും ഷിജുവിന്റെയും ജെന്നിയുടെയും ഒക്കെ വീടാണ്, ഈ ഫ്രാൻസിന്റെ ഒക്കെ വീടാണ് മിഷൻ ഫാമിലീസ്. അവര് മിഷൻ ഫാമിലീസ്, മിഷൻ പ്രവർത്തനം, അത് നേരിട്ട് മിഷൻ പ്രദേശത്തേക്ക് പുറപ്പെടുന്ന മിഷൻ ഫാമിലീസ്. ഇനി അതിനേക്കാളും ടോപ്പായിട്ടുള്ള മിഷൻ ഫാമിലീസ് ഉണ്ട്. എന്താണെന്നറിയാവോ? സ്വന്തം നാടും വീടും വിട്ട് കുടുംബം ഒന്നിച്ച് മിഷൻ പ്രദേശത്തേക്ക്, മിഷൻ പ്രവർത്തനത്തിനായി പോകുന്ന ഏർപ്പാട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് ഷൈനിയും അലക്സിയും, അതുപോലെ തന്നെ പല കുടുംബങ്ങള്, സന്തോഷ്, തൃശ്ശൂരിൽ നിന്നുള്ള സന്തോഷ്, ഇവരൊക്കെ നല്ല സാധ്യതകൾ ഇവിടെ ഉണ്ടായിരുന്നവരാണ്. ബിസിനസ് പീപ്പിൾ ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകള് കർത്താവിനെ പ്രഘോഷിക്കുകയാണ് ഞങ്ങളുടെ നമ്പർ 1 ഉത്തരവാദിത്വം എന്നുള്ള തീരുമാനത്തില് മക്കളുമായി ഡൽഹിയിലേക്ക് പോയി. ഏതാണ്ട് 30 വർഷം 28 വർഷം മുൻപ് അവിടെ അവര് ചേരികളിൽ താമസിച്ചു, മക്കളുടെ പഠനം ഉറപ്പാക്കി. അതോടൊപ്പം അവിടെ ചേരികളില് പഠനം സാധ്യതയില്ലാത്ത 100 കണക്കിന് മക്കൾക്ക് പഠിക്കാൻ ആ കുഞ്ഞ് സാധ്യതകൾ ഉപയോഗിച്ച് അവസരം കൊടുത്തു. ഏതാണ്ട് 500ഓളം വിദ്യാർത്ഥികളെ ഇവരവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും പഠിച്ച് മുന്നോട്ട് പോകാനാവില്ലായിരുന്നു. അവരിൽ നിന്നു തന്നെ ഇപ്പോൾ ടീച്ചേഴ്സ്, ഏതാണ്ട് 16ഓളം ടീച്ചേഴ്സ് വിവിധ മേഖലകളിലായി, വിവിധ ഇടങ്ങളിലായി, കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളിൽ അനൗദ്യോഗിക വിദ്യാഭ്യാസം എന്ന് പറയാം, പക്ഷേ അത് ഔദ്യോഗിക വിദ്യാഭ്യാസമായിട്ട് മാറ്റാൻ, പരീക്ഷകൾ എഴുതാൻ പോലും അവർക്ക് സാധിക്കുന്നു. ഞാൻ പറയുന്നത് എന്താ ഈ നടക്കുന്നത്? കുടുംബങ്ങളുടെ സുവിശേഷ പ്രഘോഷണം. ദ മിഷണറി ഫാമിലീസ്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലെ സുവിശേഷ പ്രഘോഷണം എന്നുള്ളത് വെറും ഒരു ഉട്ടോപ്യൻ ആശയം അല്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഇന്ത്യയിലേക്ക് വന്ന ഗ്രഹാം സ്റ്റെയിൻ, ഫാമിലി ഒന്നിച്ചു വന്ന, നോക്കൂ, ഗ്രഹാം സ്റ്റെയിനും കുടുംബവും, വലിയ രക്തസാക്ഷിത്വം ആ ഭർത്താവിനും 2 മക്കൾക്കും വരിക്കേണ്ടി വന്നു. പക്ഷേ ആ വിധവയായ സ്ത്രീ ഒരു വലിയ പ്രഘോഷണമാണെന്ന് ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന ഗ്രഹാം സ്റ്റെയിനും മക്കളും നടത്തിയതിനേക്കാൾ വലിയ സുവിശേഷ പ്രഘോഷണം മരിച്ച ഗ്രഹാം സ്റ്റെയിനും മക്കളും നടത്തിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ മലമുകളിൽ എത്ര സുന്ദരം എന്നല്ലേ? പഴയ നിയമത്തിലുള്ളതാണ്. യെശയ്യാ
പ്രവാചകനിലുള്ളതാണ്. അത് തന്നെ റോമാക്കാർക്കുള്ള ലേഖനത്തിലും 10-ാം അധ്യായത്തിലും ഉദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങൾക്കുള്ള എൻ്റെ ആശംസ ഇതാണ്: സുന്ദരമായ പാദങ്ങളുള്ളവരുടെ കൂട്ടായ്മയായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബം. സുവിശേഷ പ്രഘോഷണം നടത്തി 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 നിങ്ങളുടെ പാദങ്ങൾ സുന്ദരമാക്കുക. സുവിശേഷ പ്രഘോഷണം നടത്തി 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 നിങ്ങളുടെ കുടുംബം, പാദം സുന്ദരമാവുക എന്ന് വെച്ചാൽ പാദം കഴുകുക എന്നൊക്കെയുള്ള കൺസെപ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ചുരുക്കി പറഞ്ഞാൽ കർത്താവ് നിങ്ങളെ സ്വീകരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പാദം സുന്ദരം, പാദം റോഡിലൂടെ പോകുമ്പോ പൊടി പിടിച്ച പാദമാണ്, പക്ഷെ കഴുകിയാണ് കയറ്റാറ് വീട്ടിലേക്ക്. ചുരുക്കി പറഞ്ഞാൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്നവരെ പിതാവ് പാദം കഴുകി സ്വീകരിക്കുകയാണ് സ്വർഗത്തിലേക്ക്. ദൈവം നിങ്ങളെ മിഷണറി ഫാമിലിയാക്കി മാറ്റട്ടെ. ആ ഒരു തീക്ഷ്ണതയും ഉണർവും കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.